നമ്മൾ കോമഡി ഉത്സവത്തിൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റ് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. സീറോ ടു ഹീറോ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്, പല ടാലൻ്റ് ഉള്ളതായിട്ടും പല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടും. പക്ഷേ അങ്ങനെയുള്ളവർ എപ്പോഴും അംഗീകരിക്കപ്പെട്ടുകൊള്ളണം എന്നതില്ല. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ സീറോ ടു ഹീറോ എന്ന സെഗ്മെൻറ്റിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ പ്രൊഫൈൽ. നമസ്കാരം, എൻ്റെ പേര് പണ്ട് സിന്ധു. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലെ പുറത്തുശ്ശേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ ഇരു കാലുകൾക്കും പോളിയോ ബാധിച്ച് 60% ഡിസബിൾഡ് ആണ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണ്. പിന്നെ കൂടാതെ എല്ലുകൾക്ക് നല്ല ബലക്ഷയമുള്ള ആൾ കൂടിയാണ്. +1 വരെ ഇരുന്ന് നിരങ്ങണ ഒരു സ്റ്റേജ് തന്നെയായിരുന്നു. +1 ആകുമ്പോഴാണ് കുറച്ചിങ്ങനെ എണീറ്റ് നിൽക്കാനും ആ ഒരു രീതിയിൽ. പിന്നെ ഫസ്റ്റ് ഡിഗ്രി ആകുമ്പോഴേക്കും ഈ രീതിയിലുള്ള ഒരു നടത്തത്തിലേക്ക് ഞാൻ എത്തി. അച്ഛൻ റെയിൽവേയിലാണ് ചീഫ് സൂപ്പർവൈസർ ആയിരുന്നു. അച്ഛന് റിട്ടയർ ആയപ്പോൾ എൻ്റെ ഡിഗ്രിയും മറ്റും പഠിപ്പ്, സ്കൂളിങ്, കോളേജൊക്കെ കഴിഞ്ഞ് PSC എഴുതാൻ തുടങ്ങി. അങ്ങനെ 28ഓളം എഴുതിയതൊക്കെ നല്ല റാങ്കാണ്. PH റിസർവേഷൻ അങ്ങനെയൊന്നും അല്ലാതെ മെറിറ്റ് ബേസിൽ സെലക്ഷൻ കിട്ടി. ഡെപ്യൂട്ടി കളക്ടർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും എല്ലാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എല്ലാ റാങ്ക് ലിസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2006 ഹെഡ് ലോഡ് സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് പിന്നെ LD ക്ലർക്കായിട്ട് താന്യം പഞ്ചായത്തിൽ ജോയിൻ ചെയ്തു. പിന്നെ കളക്ടറേറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ട് കളക്ടറിൻ്റെ ചേംബറിൽ ഉൾപ്പെടെ നമുക്ക് പോസ്റ്റിംഗ് അവിടെ കിട്ടി. പിന്നെ ഓളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും ജോയിൻ ചെയ്തു. ഇപ്പോൾ പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസർ ആയിട്ട് ഇരിഞ്ഞാലക്കുടയിൽ സിവിൽ സ്റ്റേഷൻ ഇരിഞ്ഞാലക്കുടയിൽ 13 പഞ്ചായത്തുകളുടെ ചുമതലകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഡം അച്ചീവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കോണിപ്പടി കയറാൻ മാഡത്തിനുള്ള ശാരീരിക വിഷമത കൊണ്ട് മാത്രമാണ് മാഡത്തിന് ഒരു സബ് കളർ തസ്തിക നേടാൻ കഴിയാതെ പോയിട്ടുള്ളത്. എല്ലാ വിൽ പവറും കൂടെ നിന്ന് ഇതുവരെ എത്താൻ എല്ലാമായ ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ബെഡ് റിഡൻ ആണ്. അമ്മ ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്, BP മറ്റു അസുഖങ്ങളുണ്ട് വാർദ്ധക്യമായിട്ടുള്ളത്. പിന്നെ എനിക്കൊരു മോള് അവ്യക്ത കൃഷ്ണ. എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവൾ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കും. എൻ്റെ ഹസ്ബൻഡ്